തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. എസ്തേറിൻ്റെ പുസ്തകം ആമുഖം വായന. പേർഷ്യൻ സാമ്രാജ്യത്തിൽ വാസമുറപ്പിച്ച യഹൂദർ സമൂലം നശിപ്പിക്കപ്പെടുമെന്ന് ഭീഷണിയുണ്ടായി. ഒരു യുവതി വഴി വിസ്മരണീയമാം വിധം യഹൂദർക്ക് വിമോചനം കൈവന്നു. അഗസ്വേരോസ് ആയിരുന്നു പേർഷ്യൻ രാജാവ്. അദ്ദേഹത്തിൻ്റെ ഉന്നത സ്ഥാനപതിയായിരുന്നു ഹാമാൻ. യഹൂദനായ മൊർദെഖായി രാജാവിൻ്റെ അന്തഃപുര വിചാരിപ്പുകാരനായിരുന്നു. രാജാവ് രാജ്ഞി വാഷ്തിയിൽ അസംതൃപ്തനായി. അവൾക്ക് പകരം യഹൂദയായി എസ്തേറിനെ രാജ്ഞിയാക്കി. എസ്തേർ മൊർദെഖായിയുടെ സഹോദരൻ്റെ മകളും ദത്തുപുത്രിയുമായിരുന്നു. മൊർദെഖായിൽ അസൂയാലുവായി തീർന്ന ഹാമാൻ അയാളെ മാത്രമല്ല യഹൂദരെ ഒന്നടക്കം നശിപ്പിക്കാൻ തീരുമാനിച്ചു. രാജാവിൽ നിന്ന് കൽപ്പന വാങ്ങി. അതിനായി ഒരു ദിവസം നിശ്ചയിച്ചു. എന്നാൽ മൊർദെഖായിയുടെ നിർദ്ദേശപ്രകാരം എസ്തേർ രാജസന്നിധിയിൽ പ്രവർത്തിച്ചു. മൊർദെഖായിയെ തൂക്കാൻ ഹാമാൻ നിർമ്മിച്ച കഴുമരത്തിൽ ഹാമാൻ തന്നെ തൂക്കപ്പെട്ടു. അയാളുടെ സ്ഥാനത്ത് മൊർദെഖായി നിയമിതനായി. യഹൂദർ അനവധി ശത്രുക്കളെ നിഗ്രഹിച്ചു. വിജയസ്മരണയ്ക്കായി അവർ പൂരീം ഉത്സവം ആഘോഷിച്ചു. വർഷം തോറും പൂരീം ആഘോഷിച്ചു വരുന്നു. യഹൂദരുടെ പ്രത്യേക ജീവിത രീതികളും മത അനുഷ്ഠാനങ്ങളും മുൻകാലങ്ങളിൽ അവർക്ക് വരുത്തിയിട്ടുള്ള പ്രതിസന്ധികൾക്ക് ഈ ഗ്രന്ഥം സാക്ഷ്യം നൽകുന്നു. അവർ പലപ്പോഴും ഭരണാധികാരികളുടെ അപ്രീതി സമ്പാദിക്കുന്നതിനും മതപീഡനങ്ങൾ ഏൽക്കുന്നതിനും ഇടയായി. യഹൂദ ജനത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നതിനും പൂരീം ഉത്സവത്തിൻ്റെ ഉത്ഭവവും അർത്ഥവും വിശദീകരിക്കുന്നതിനും ഈ ഗ്രന്ഥം സഹായിക്കുന്നു. ഇസ്രായേൽ സമാശ്വസിപ്പിക്കുന്നതിന് ഗ്രന്ഥകർത്താവ് ഉദ്ദേശിക്കുന്നു. ദൈവം നിരന്തരമായി അവരെ പരിപാലിക്കുന്നു. മനസ്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുമ്പോഴും വിശ്വസ്തരായി വർത്തിക്കുമ്പോഴും ദൈവം അവരെ പരിരക്ഷിക്കുന്നു. BC 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഈ ഗ്രന്ഥം രചിച്ചതെന്ന് കരുതപ്പെടുന്നു. ഒരു ചരിത്രരേഖയായി എസ്തേർ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഹീബ്രു ഭാഷയിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥത്തിൻ്റെ 2 മൂലരേഖകൾ നിലവിലുണ്ട്. ഹീബ്രു ഭാഷയിലുള്ള ഒരു പകുതിയും 108 വാക്യങ്ങൾ കൂടുതലുള്ള ഒരു ഗ്രീക്ക് വിവർത്തനവും. ഈ വിവർത്തനത്തിൽ കൂടുതലായി കാണുന്ന വാക്യങ്ങളും കാനോനിക ഗ്രന്ഥത്തിൽ പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ കഥയുമായി യഥാസ്ഥാനം ചേർത്തിട്ടുള്ളതുകൊണ്ട് അധ്യായങ്ങൾ തുടർച്ചയായിട്ടല്ല കാണുന്നത്. എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. 11-ാം അധ്യായം. മൊർദെഖായിയുടെ സ്വപ്നം. മഹാനായ അഗസ്വേരോസിൻ്റെ 2-ാം ഭരണവർഷം നീസാൻ മാസം 1-ാം തീയതി ചായിറിൻ്റെ മകൻ മൊർദെഖായി ഒരു സ്വപ്നം കണ്ടു. ചായിർ ബെഞ്ചമിൻ ഗോത്രത്തിലെ കിഷിൻ്റെ മകൻ ഷിമെയുടെ പുത്രനായിരുന്നു. സൂസാൻ നഗരത്തിൽ ജീവിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിൽ സേവനം ചെയ്തിരുന്ന മഹാനായ ഒരു യഹൂദനായിരുന്നു മൊർദെഖായി. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ യൂദാ രാജാവായ യെക്കോണിയായോടൊപ്പം ജെറുസലേമിൽ നിന്ന് കൊണ്ടുപോകുന്ന തടവുകാരിൽ ഒരുവനായിരുന്നു അവൻ. സ്വപ്നം ഇതായിരുന്നു: ഭൂമുഖത്ത് ബഹളവും സംഭ്രാന്തിയും, ഇടിമുഴക്കവും ഭൂകമ്പങ്ങളും ലഹളയും. 2 ഭീകരസത്വങ്ങൾ പൊരുതാനൊരുങ്ങി മുന്നോട്ട് വന്നു. അവ അതിഭയങ്കരമായി അലറിക്കൊണ്ടിരുന്നു. അവയുടെ അലർച്ച കേട്ട് സകല ജനതകളും നീതിമാന്മാരുടെ ജനതയ്ക്കെതിരെ യുദ്ധത്തിനൊരുങ്ങി. ഭൂമുഖത്ത് അന്ധകാരത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും കഷ്ടതയുടെയും ദുരിതത്തിൻ്റെയും പീഡനത്തിൻ്റെയും മഹാകലാപത്തിൻ്റെയും ഒരു ദിവസം. നീതിമാന്മാരുടെ ജനത മുഴുവൻ കഷ്ടതയിലായി. തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ദുഷ്ടതകളെ അവർ ഭയപ്പെട്ടു. നശിക്കാൻ അവർ തയ്യാറായി. അപ്പോൾ അവർ ദൈവത്തെ വിളിച്ചു. അവരുടെ കരച്ചിലിൽ നിന്ന് ചെറിയ ഉറവയിൽ നിന്നെന്ന പോലെ ധാരാളം ജലമുള്ള ഒരു മഹാനദിയുണ്ടായി. പ്രകാശം വന്നു. സൂര്യൻ ഉദിച്ചുയർന്നു. എളിയവർ ഉയർത്തപ്പെട്ടു. ഉന്നതർ നശിപ്പിക്കപ്പെട്ടു. ദൈവം ചെയ്യാനുറച്ചിരിക്കുന്നതെന്തെന്ന് മൊർദെഖായി ഈ സ്വപ്നത്തിൽ കണ്ടു. ഉണർന്നപ്പോൾ അത് അവൻ്റെ മനസ്സിൽ തങ്ങി നിന്നു. അത് എല്ലാം വിശദാംശങ്ങളോടുകൂടെ ഗ്രഹിക്കാൻ അവൻ ദിവസം മുഴുവൻ ശ്രമിച്ചു. എസ്തേറിൻ്റെ പുസ്തകത്തിലുള്ള വായന. 12-ാം അധ്യായം. രാജാവിനെതിരെ ഗൂഢാലോചന.
കൊട്ടാരത്തിൻ്റെ അങ്കണത്തിൽ കാവൽ നിന്നിരുന്ന ഗബാദ, താറ എന്ന ഷണ്ഡന്മാരോടൊപ്പം മൊർദെഖായി അങ്കണത്തിൽ വിശ്രമിക്കുകയായിരുന്നു. അവൻ അവരുടെ സംഭാഷണം കേൾക്കാനിടയായി. അവരുടെ ഉദ്ദേശം ആരാഞ്ഞറിഞ്ഞു. അവർ അഗസ്വേരോസ് രാജാവിനെ വധിക്കാൻ ഒരുങ്ങുകയാണെന്ന് മനസ്സിലാക്കി അവരെപ്പറ്റി അവൻ രാജാവിനെ അറിയിച്ചു. രാജാവ് ആ 2 ഷണ്ഡന്മാരെയും വിചാരണ ചെയ്തു. കുറ്റം സമ്മതിച്ച് അവരെ വധശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു. രാജാവ് ഈ സംഭവങ്ങളുടെ ഒരു രേഖയുണ്ടാക്കി സൂക്ഷിച്ചു. മൊർദെഖായി അവയുടെ ഒരു വിവരണവും തയ്യാറാക്കി. രാജാവ് മൊർദെഖായോട് കൊട്ടാരത്തിൻ്റെ സേവനം ചെയ്യാൻ കൽപ്പിക്കുകയും ഇക്കാര്യങ്ങൾക്ക് അവന് സമ്മാനം കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഹുഹേനായ ഹമ്മെദായുടെ മകൻ ഹാമാനോട് രാജാവിന് വലിയ മതിപ്പായിരുന്നു. അവനാകട്ടെ രാജാവിൻ്റെ ആ 2 ഷണ്ഡന്മാരെ പ്രതി മൊർദെഖായെയും അവൻ്റെ ആളുകളെയും ഉപദ്രവിക്കുവാൻ തക്കം പാർത്തിരുന്നു. എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായം. അഗസ്വേരോസിൻ്റെ വിരുന്ന്. ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകൾ ഭരിച്ചിരുന്ന അഗസ്വേരോസ് രാജാവ് തലസ്ഥാനമായ സൂസായിലെ സിംഹാസനത്തിൽ വാഴുമ്പോൾ തൻ്റെ 3-ാം ഭരണവർഷം തൻ്റെ സകല പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും പേർഷ്യയിലെ മേദിയായിലെ സേനാധിപന്മാർക്കും പ്രവിശ്യകളിലെ പ്രഭുക്കന്മാർക്കും നാടുവാഴികൾക്കും ഒരു വിരുന്ന് നൽകി. 180 ദിവസം അവൻ തൻ്റെ രാജകീയ മഹത്വത്തിൻ്റെ സമൃദ്ധിയും തൻ്റെ പ്രതാപ ഐശ്വര്യങ്ങളുടെ ആഡംബര പൂർണ്ണതയും അവരുടെ മുൻപിൽ പ്രദർശിപ്പിച്ചു. അത് കഴിഞ്ഞ് തലസ്ഥാനമായ സൂസായിലുണ്ടായിരുന്ന വലിയവരും ചെറിയവരുമായ സകലർക്കും കൊട്ടാരത്തിലെ ഉദ്യാന അങ്കണത്തിൽ വെച്ച് 7 ദിവസം നീണ്ടുനിന്ന വിരുന്നു നൽകി. അവിടെ മാർബിൾ സ്തംഭങ്ങളിലുള്ള വെള്ളിവളയങ്ങളിൽ ചമന്ന നേർത്ത ചണനൂലുകൾ കോർത്ത് പരുത്തിത്തുണി കൊണ്ട് ഉള്ള വെളുപ്പും നീലയുമായ യവനികകൾ തൂക്കിയിട്ടിരുന്നു. അമൃതശില, വെണ്ണക്കല്ല്, മുത്തുച്ചിപ്പി, രത്നക്കല്ലുകൾ ഇവ പടുത്ത് വർണ്ണശമ്പളമാക്കിയ തളത്തിൽ പൊന്നുകൊണ്ടും വെള്ളികൊണ്ടും നിർമ്മിച്ച തൽപ്പങ്ങളും ഉണ്ടായിരുന്നു. വിവിധ തരം പൊൻചഷകങ്ങളിലാണ് പാനീയങ്ങൾ പകർന്നിരുന്നത്. രാജകീയ വീഞ്ഞും രാജാവിൻ്റെ ഔദാര്യവും അനുസരിച്ച് നിർലോഭം വിളമ്പി. കുടിക്കുന്നത് നിയമാനുസൃതമായിരുന്നു. എന്നാൽ കുടിക്കാൻ ആരെയും നിർബന്ധിച്ചില്ല. ഓരോരുത്തരുടെയും ഇഷ്ടം നോക്കണമെന്ന് സേവകന്മാർക്ക് രാജാവ് കൽപ്പന കൊടുത്തിരുന്നു. അഗസ്വേരോസ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് വാഷ്തിരാജ്ഞിയും ഒരു വിരുന്ന് നൽകി. 7-ാം ദിവസം രാജാവിൻ്റെ ഹൃദയം വീഞ്ഞു കുടിച്ച് സന്തുഷ്ടമായപ്പോൾ വാഷ്തിരാജ്ഞിയുടെ സൗന്ദര്യം ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവളെ രാജീക കിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ ആനയിക്കാൻ അഗസ്വേരോസ് രാജാവ് കൊട്ടാരത്തിലെ സേവകന്മാരായ മെഹുമാൻ, ബിസ്ത, ഹർബോണ, ഫിക്ത, അഫാക്ത, സെത്താർ, കർക്കോസ് എന്നീ 7 ഷണ്ഡന്മാരോട് കൽപ്പിച്ചു. രാജ്ഞി കാഴ്ചയ്ക്ക് വളരെ അഴകുള്ളവളായിരുന്നു. ഷണ്ഡന്മാർ അറിയിച്ച രാജകൽപ്പന അനുസരിച്ച് വരുന്നതിന് വാഷ്തിരാജ്ഞി വിസമ്മതിച്ചു. തന്മൂലം രാജാവ് കോപിച്ചു. കോപം ഉള്ളിൽ ആളിക്കത്തി. നിയമത്തിലും ന്യായത്തിലും പാണ്ഡിത്യമുള്ളവരോട് ആലോചന ചോദിക്കുക രാജാവിന് പതിവായിരുന്നു. തൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പേർഷ്യയിലെയും മേദിയായിലെയും പ്രഭുക്കന്മാരായ കർഷേന, ഷെത്താർ, അത്മാദ, താർഷീഷ്, മേരസ്, മൽസേന, മമുക്കാൻ എന്നീ ജ്ഞാനികളുടെ പ്രഭുക്കന്മാരുമായ 7 പേരോടും രാജാവ് ആരാഞ്ഞു. നിയമമനുസരിച്ച് വാഷ്തിരാജ്ഞിയോട് എന്താണ് ചെയ്യേണ്ടത്? അഗസ്വേരോസ് രാജാവ് ഷണ്ഡന്മാർ മുഖേന അറിയിച്ച കൽപ്പന അവൾ അനുസരിച്ചില്ല. അപ്പോൾ മെമുക്കാൻ രാജാവിനോടും പ്രഭുക്കന്മാരോടുമായി പറഞ്ഞു. രാജാവിനോട് മാത്രമല്ല പ്രഭുക്കന്മാരോടും അഗസ്വേരോസ് രാജാവിൻ്റെ എല്ലാ പ്രവിശ്യകളിൽ നിന്നുള്ള സകല ജനങ്ങളോടുമാണ് വാഷ്തിരാജ്ഞി തെറ്റ് ചെയ്തിരിക്കുന്നത്. രാജ്ഞിയുടെ ഈ പ്രവൃത്തി എല്ലാ സ്ത്രീകളും അറിയുകയും ഭർത്താക്കന്മാരെ അവർ അവജ്ഞയോടെ വീക്ഷിക്കുന്നതിനിടയാക്കുകയും ചെയ്യും. അവർ പറയും, തൻ്റെ മുൻപിൽ വരാൻ അഗസ്വേരോസ് രാജാവ് വാഷ്തിരാജ്ഞിയോട് ആജ്ഞാപിച്ചു. അവൾ ചെന്നില്ല. രാജ്ഞിയുടെ പെരുമാറ്റത്തെപ്പറ്റി കേട്ട പേർഷ്യയിലെയും മേദിയായിലെയും വനിതകൾ അതിനെപ്പറ്റി ഇന്ന് തന്നെ രാജാവിൻ്റെ സകല പ്രഭുക്കന്മാരോടും പറയും. അങ്ങനെ എങ്ങും വലിയ അവജ്ഞയും അമർഷവും ഉണ്ടാകും. രാജാവിനും ഹിതമെങ്കിൽ വാഷ്തിയിനി ഒരിക്കലും അഗസ്വേരോസ് രാജാവിൻ്റെ മുൻപിൽ വരരുതെന്ന് ഒരു ശാസനം പുറപ്പെടുവിച്ച് അതിന് മാറ്റം വരാതിരിക്കത്തക്ക വിധം അത് പേർഷ്യക്കാരുടെയും മേദിയക്കാരുടെയും നിയമങ്ങളിൽ എഴുതട്ടെ.
രാജ്ഞീപദം അവളെക്കാൾ ശ്രേഷ്ഠയായ ഒരുവൾക്ക് രാജാവ് നൽകുകയും ചെയ്യട്ടെ. അപ്രകാരം രാജകൽപ്പന വിസ്തൃതമായ രാജ്യത്തെങ്ങും വിളംബരം ചെയ്യുമ്പോൾ സകല സ്ത്രീകളും വലിയവരും ചെറിയവരും തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും. ഈ ഉപദേശം രാജാവിനും പ്രഭുക്കന്മാർക്കും ഇഷ്ടപ്പെട്ടു. മെമുക്കാൻ നിർദ്ദേശിച്ചതുപോലെ രാജാവ് ചെയ്തു. പുരുഷന്മാർ വീടുകളിൽ നാഥാന്മാരായിരിക്കണമെന്ന് രാജാവ് തൻ്റെ സകല പ്രവിശ്യകളിലേക്കും എഴുത്തുകൾ അയച്ചു. ഓരോ പ്രവിശ്യയ്ക്കും അതിൻ്റെ ലിപിയിലും ഓരോ ജനതയ്ക്ക് അതിൻ്റെ ഭാഷയിലുമാണ് എഴുതിയത്. എസ്തേറിൻ്റെ പുസ്തകം 2-ാം അധ്യായം. എസ്തേറിന് രാജ്ഞി പദം. കോപം ശമിച്ചപ്പോൾ അഹസ്വേരോസ് രാജാവ് വാഴ്ത്തിയെയും അവളുടെ പ്രവൃത്തിയെയും അവൾക്കെതിരെ പുറപ്പെടുവിച്ച കൽപ്പനയും ഓർത്തു. രാജാവിനെ സേവിച്ചിരുന്ന ഭൃത്യന്മാർ പറഞ്ഞു, സൗന്ദര്യമുള്ള യുവകന്യകമാരെ രാജാവിന് വേണ്ടി അന്വേഷിക്കട്ടെ. രാജ്യത്തെ സകല പ്രവിശ്യകളിലും രാജാവ് സേവകന്മാരെ നിയമിച്ചാലും അവർ സ്ത്രീകളുടെ ചുമതല വഹിക്കുന്നവനും രാജാവിൻ്റെ ഷണ്ഡന്മാരായ ഹെഹായിയുടെ നേതൃത്വത്തിൽ തലസ്ഥാനമായ സൂസായിലെ അന്തപുരത്തിൽ സൗന്ദര്യമുള്ള സകല യുവകന്യകമാരെയും കൊണ്ടുവരട്ടെ. അവർക്ക് വേണ്ട ലേപന വസ്തുക്കളും കൊടുക്കട്ടെ. രാജാവിന് ഇഷ്ടപ്പെടുന്ന കന്യക വാഴ്ത്തിക്ക് പകരം രാജ്ഞിയാകട്ടെ. ഇത് രാജാവിന് ഇഷ്ടപ്പെട്ടു. അവൻ അങ്ങനെ ചെയ്തു. തലസ്ഥാനമായ സൂസായിൽ മൊർദെഖായി എന്ന ഒരു യഹൂദൻ ഉണ്ടായിരുന്നു. അവൻ ബെഞ്ചമിൻ ഗോത്രജനായ കിഷിൻ്റെ മകൻ ഷിമെയുടെ മകനായ ചായിറിൻ്റെ മകനായിരുന്നു. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ യൂദാ രാജാവായ യെക്കോണിയായോടൊപ്പം ജെറുസലേമിൽ നിന്ന് തടവുകാരായി കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ അവനും ഉൾപ്പെട്ടിരുന്നു. അവൻ തൻ്റെ പൃഥ സഹോദരൻ്റെ മകളായ ഹദാസയെ എസ്തേറിനെ വളർത്തിയിരുന്നത്. അവൾക്ക് അപ്പനും അമ്മയുമില്ലായിരുന്നു. ആ യുവതി രൂപവതിയും സുമുഖയുമായിരുന്നു. മാതാപിതാക്കൾ മരിച്ച അവളെ മൊർദെഖായി സ്വന്തം മകളായി സ്വീകരിച്ചു. രാജാവ് വിളംബരം ചെയ്ത കൽപ്പനയനുസരിച്ച് തലസ്ഥാനമായ സൂസായിൽ കൊണ്ടുവന്ന് സ്ത്രീകളുടെ ചുമതല വഹിക്കുന്ന ഹെഹായി ഏൽപ്പിച്ച അനേകം കന്യകമാരുടെ കൂട്ടത്തിൽ എസ്തേറും ഉണ്ടായിരുന്നു. അവളെ അവൻ ഇഷ്ടപ്പെടുകയും അവൾ അവൻ്റെ പ്രീതി നേടുകയും ചെയ്തു. അവൻ അവൾക്കാവശ്യമായ സുഗന്ധ തൈലങ്ങളും ഭക്ഷണവും രാജകൊട്ടാരത്തിൽ തിരഞ്ഞെടുത്ത 7 തോഴിമാരെയും കൊടുത്തു. അവൾക്ക് തോഴിമാർക്കും അന്തപുരത്തിലെ ഏറ്റവും നല്ല സ്ഥലം നൽകി. തൻ്റെ വംശമോ കുലമോ എസ്തേർ ആർക്കും വെളിപ്പെടുത്തിയില്ല. അതാരോടും പറയരുതെന്ന് മൊർദെഖായി അവളോട് കൽപ്പിച്ചിരുന്നു. എസ്തേറിന് സുഖമാണോ എന്നറിയാൻ മൊർദെഖായി ദിവസവും അന്തപുരത്തിൻ്റെ മുൻവശത്തൂടെ നടക്കുമായിരുന്നു. യുവതികളുടെ സൗന്ദര്യവർദ്ധനത്തിന് 6 മാസം മീറ തൈലവും 6 മാസം സുഗന്ധദ്രവ്യങ്ങളും ലേപനങ്ങളും കൊണ്ടുള്ള പരിചരണ പരിപാടി നിശ്ചയിച്ചിരുന്നു. ഈ 12 മാസം കഴിഞ്ഞ് ഓരോ യുവതിയും തവണയനുസരിച്ച് അഹസ്വേരോസ് രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഓരോ യുവതിയും രാജസന്നിധിയിലേക്ക് പോകുമ്പോൾ താൻ ആഗ്രഹിക്കുന്നതെന്തും അന്തപുരത്തിൽ നിന്ന് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചിരുന്നു. സന്ധ്യയ്ക്ക് അവൾ പോയിട്ട് രാവിലെ ഉപനാരികളുടെ മേൽവിചാരകനും രാജാവിൻ്റെ ഷണ്ഡനുമായ ഹാഷ്കസിൻ്റെ കീഴിലുള്ള അന്തപുരത്തിലേക്ക് മടങ്ങും. രാജാവിന് അവളിൽ പ്രീതി തോന്നുകയും അവളെ പേര് ചൊല്ലി വിളിക്കുകയും ചെയ്തില്ലെങ്കിൽ അവൾ വീണ്ടും രാജസന്നിധിയിൽ പോവുകയില്ല. മൊർദെഖായിയുടെ പൃഥ്വിനായ അബിഹയാലിൻ്റെ മകളും അവൻ മകളായി ദത്തെടുത്തവളുമായ എസ്തേർ രാജസന്നിധിയിൽ ചെല്ലാനുള്ള തവണ വന്നപ്പോൾ രാജസ്ത്രീകളുടെ ചുമതലക്കാരനും രാജാവിൻ്റെ ഷണ്ഡനുമായ ഹെഹായി നിർദ്ദേശിച്ചവയല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല. കാണുന്നവരുടെ എല്ലാം പ്രീതി എസ്തേർ നേടിയിരുന്നു. രാജാവിൻ്റെ 7-ാം ഭരണവർഷം 10-ാം മാസം, അതായത് തേബത്ത് മാസം, കൊട്ടാരത്തിൽ അഹസ്വേരോസ് രാജാവിൻ്റെ അടുത്തേക്ക് എസ്തേറിനെ കൊണ്ടുപോയി. രാജാവ് മറ്റെല്ലാ സ്ത്രീകളെയുംകാൾ കൂടുതൽ എസ്തേറിനെ സ്നേഹിച്ചു. അവൻ്റെ മുൻപിൽ സകല കന്യകമാരെയുംകാൾ അവൾ പ്രീതിയും ആനുകൂല്യവും നേടി. തന്മൂലം അവൻ രാജകീയ കിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വാഴ്ത്തിക്ക് പകരം രാജ്ഞിയാക്കി. അനന്തരം രാജാവ് എസ്തേറിൻ്റെ പേരിൽ തൻ്റെ എല്ലാ പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും ഒരു വലിയ വിരുന്ന് നൽകി. അവൻ പ്രവിശ്യകളുടെ നികുതികളിൽ ഇളവ് വരുത്തി. തൻ്റെ രാജകീയ ഔദാര്യത്തിനൊത്ത വിധം സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു. 2-ാം പ്രാവശ്യം കന്യകമാരെ വിളിച്ചു കൂട്ടിയപ്പോൾ മൊർദെഖായി കൊട്ടാരവാതിൽക്കലിരിക്കുകയായിരുന്നു. എസ്തേറാകട്ടെ മൊർദെഖായി കൽപ്പിച്ചതനുസരിച്ച് തൻ്റെ വംശമോ കുലമോ വെളിപ്പെടുത്തിയിരുന്നില്ല. മൊർദെഖായി തന്നെ വളർത്തിയിരുന്ന കാലത്തെ പോലെ തന്നെ ഇപ്പോഴും എസ്തേർ അവനെ അനുസരിച്ചിരുന്നു. ആ നാളുകളിൽ മൊർദെഖായി കൊട്ടാരവാതിൽക്കലിരിക്കുമ്പോൾ വാതിൽക്കാവൽക്കാരും രാജാവിൻ്റെ ഷണ്ഡന്മാരുമായ ബിഗ്താനും തേരശും കോപം പൂണ്ട്
അഗസ്വേരോസ് രാജാവിനെ വധിക്കാൻ ആലോചിച്ചു. ഇക്കാര്യം മൊർദ്ദേഖായി അറിയുകയും അവനത് എസ്തേർ രാജ്ഞിയോട് പറയുകയും ചെയ്തു. എസ്തേർ അത് മൊർദ്ദേഖായിക്ക് വേണ്ടി രാജാവിനെ അറിയിച്ചു. അന്വേഷിച്ചപ്പോൾ അത് ശരിയാണെന്ന് കണ്ടു. ആ രണ്ടുപേരും കഴിവിലേറ്റപ്പെട്ടു. രാജസാന്നിധ്യത്തിൽ ഇത് നിലവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തി. ദൈവമായ കർത്താവിന് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്നൊരാഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.